ഡേ എന്ത് രഹസ്യമായിട്ടൊരു സംസാരം? വല്ല വള്ളിയും പിടിച്ചോണ്ട് വന്നയാന്നോ? അല്ല, നാളെ ഞങ്ങളുടെ കോളേജിൽ NSSന്റെ ഭാഗമായിട്ട് താലൂക്ക് ആശുപത്രിയിലെ കുറച്ച് പൊതിച്ചോറും പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് കുറച്ച് പൈസയും കൊടുക്കാൻ ഏറ്റുപോയി. അപ്പൊ ഇവിടുന്ന് എന്തായാലും കുറച്ച് പൊതിച്ചോറും കുറച്ച് പൈസയും കിട്ടിയേ പറ്റും. ഞാൻ ഏറ്റുപോയതാ. എടാ, നേരായ മാർഗത്തിൽ ഇവിടെ ചോദിച്ച പൊതിച്ചോറ് പോയിട്ട് പൊതിയുള്ള പേപ്പറും കിട്ടൂല, 50 പൈസ പോലും കിട്ടൂല. നീ ഇവിടെ നിക്ക്, ഞാൻ ഒരു വളഞ്ഞ വഴി പിടിച്ചു നോക്കട്ടെ. പഴയ ട്രിക്കാ, നടന്നു ഇവിടെ വെയിറ്റ്. ഗൗതം എങ്ങാണ്ട് അവരുടെ കോളേജിലെ NSSന്റെ എന്തോ പരിപാടിക്ക് പൊതിച്ചോറോടെ എന്തിന്റെ ആവശ്യമായിട്ട് അമ്മയടുത്ത് ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് വളരെ മോശമായിട്ടാ പറഞ്ഞത് നിന്നെ പറ്റി. അവര് പറഞ്ഞ പൈസ മൊത്തം നിന്റെ കയ്യില, 10 പൈസ അവർക്ക് പോലും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ പരിപാടിക്കൊന്നും കൊടുക്കത്തുമില്ല. പിന്നെ പൊതിച്ചോറാന്ന് നീ ഒരു കഷ്ടപ്പാടിന് നിൽക്കത്തുമില്ല, നീ ഒന്നും ചെയ്യത്തുമില്ലെന്ന് അവർ പറഞ്ഞു. അതുമല്ല, നീ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് വേറെ വല്ല പണി നോക്കാനാ അവൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അവരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരല്ലേലും അങ്ങനെ പറയത്തോളൂ. 4 പേരുടെ മുമ്പ് എന്നെ കൊച്ചാക്കാൻ ഏതൊരു അവസരം കിട്ടിയാലും നിങ്ങളുടെ അമ്മ പാഴാക്കത്തില്ല കേട്ടോ. നാളെ എത്ര മണിക്കാ കൊടുക്കണ്ടേ? 9 മണിക്ക് എങ്ങാണ്ടാ കൊടുക്കണ്ടേ? 9 മണിക്ക് നിങ്ങൾ നോക്കി 5 പൊതി 500 രൂപ സെറ്റാ. ഞാൻ തരാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അങ്ങനെ ഒരാളെ എനിക്ക് സഹായം വേണ്ട, ഞാൻ തരും. ഞാൻ കൊടുക്കും 5 പൊതി 500 രൂപ. നിങ്ങൾ പറഞ്ഞ അവന്റെ അടുത്ത് കൊടുത്തിരിക്കും. പറ പോയി. അമ്മ, ഗൗതം എന്തോ അവരുടെ കോളേജിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന പരിപാടിക്കും പിന്നെ ഹോസ്പിറ്റലിൽ എന്തോ പൈസ കൊടുക്കുന്നതിന്റെ കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു. അവള് പറഞ്ഞ് അമ്മ അറുത്ത കൈക്ക് ഉപ്പ് കേൾക്കത്തുമില്ല, 10 പൈസ ആർക്കും കൊടുക്കത്തുമില്ല. ഇനി അഥവാ പൊതിച്ചോറ് എങ്ങാനും ഉണ്ടാക്കി തന്ന വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല എന്നൊക്കെയാ പറഞ്ഞത്. മോശമാണേ. അവളെന്നോ തീരുമാനിക്കുന്നത് ഞാൻ അറുത്ത കൈക്ക് ഉപ്പ് വെക്കുമല്ലോന്ന്? ഞാൻ വെക്കുന്ന ചോറും കറിയേക്കാൾ വായി വെച്ചല്ലോ കഴിക്കുന്നത്. വേറെ എങ്ങോട്ട് ചെന്ന് അവള് കഴിക്കുന്നേ? നാളെ ഗൗതമിന്റെ കൂടെ നീ വരാൻ പറ. 5 കൂട്ടം കറിയും വെച്ച് ഞാൻ 10 പൊതിച്ചോറി അവന് കൊടുക്കും. ATM തരാം. നീ എടുത്ത് 1000 രൂപ എടുത്ത് അവന് കൊടു. ആണോ? എന്നാ പിന്നെ ഞാൻ അങ്ങനെ പറയാം. നമ്മളെന്തിനാ അങ്ങനെ തോക്കുന്നത്? അവള് അതും പറയും, അതിനപ്പുറവും പറയും. ജോലി നോക്ക്. 10-15 പൊതിച്ചോറും 10,500 രൂപയും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഏതാ എന്നൊന്നും നീ ചോദിക്കണ്ട. നാളെ വരിക, മിണ്ടാതെ പൊതിച്ചോറും വാങ്ങിച്ച് പൈസയും വാങ്ങിച്ചോണ്ട് പോവുക. നാളെ 9 മണി. ഞാൻ ഇവിടെ കാണൂല. ഞാനിവിടെ കാണൂല. അമ്മാതിരി കളിയാണ് കളിച്ചേക്കുന്നത്. നീ വന്ന് സാധനം വാങ്ങിച്ചോണ്ട് പോവുക. ശരി.